ക്രിസ്റ്റീന. ഹായ് ജെസ്സി. ക്രിസ്റ്റീന, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് ക്രിസ്റ്റീനയാണോ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്? അതെ. ആരോട് ചോദിച്ചിട്ട്? സാർ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ഓ, സാറ് പറഞ്ഞ നീ എല്ലാം അങ്ങ് കേൾക്കുവോ? ആ, പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങൾ സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ചിലപ്പോൾ ഞങ്ങൾ സൗകര്യത്തിനൊക്കെ വർക്ക് ചെയ്യും. വെറുതെ അല്ല ഈ ഓഫീസിൽ ഒരു വർക്കും പെൻഡിങ് ആവുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി, നീ അത് കംപ്ലീറ്റ് ചെയ്തോ? പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നീയാണോ ഞാനാണോ? സാർ എന്നോട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതിനിപ്പോ നിനക്ക് എന്താ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്താ അർഹതയുണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കാറായ വർക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പോകാനായിട്ട്? സാറ് പിന്നെ ചെയ്യാൻ പറയുമ്പോൾ നോ പറയാൻ പറ്റുമോ? നോ പറയണം. കുറച്ചെങ്കിലും ഉൾപ്പെടണോ നിനക്ക്? എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഇത് തന്നെ. ഞാൻ കംപ്ലീറ്റ് ആക്കാറ ഫയൽ എടുത്തിട്ട് നീ പോയി കംപ്ലീറ്റ് ചെയ്തു. അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ എന്തോരം സമയം എന്റെ പുറകെ കളഞ്ഞെന്നറിയാമോ? എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് നീ എടുത്താ അതിന്റെ ക്രെഡിറ്റ് മൊത്തം നിനക്ക് ഇരിക്കത്തില്ലേ? സാറ് വിളിച്ചപ്പോ പറഞ്ഞു എന്നോട് ചെയ്യാന്ന്. ഏത് സാറ്? നമ്മുടെ സാറ്. പിന്നെ വേറെ ഏത് സാറ്? എനിക്കായിട്ട് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സാറൊന്നും ഇല്ല. നമ്മുടെ സാറ്. ഹലോ, എന്താണ് സംഭവം? ടോം പറഞ്ഞ കാര്യങ്ങള് എന്ത്? ടോമേ, താനല്ലേ ഇവിടെ ആ പ്രൊജക്ട് എനിക്ക് മെയിൽ ചെയ്ത് തന്നെ? ഇപ്പൊ ഇവിടെ എന്ത് കിടന്ന് ചാടുന്നത്? ടോമാണ് നമുക്ക് ഫയൽ എടുത്ത് കൊടുത്തത്. ആരോട് ചോദിച്ചിട്ട്? അമൽ ബോസ് വിളിച്ചു പറഞ്ഞു. എന്തിന്? ആ ഫയൽ കൊടുക്കാൻ പറഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ക്രിസ്റ്റീനെ ചെയ്യാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓ, ബോസിന്റെ കുറെ ശിഷ്യഗണങ്ങളും. എടി, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയാൽ ഇതിപ്പോ രണ്ടാമത്തെ പ്രൊജക്റ്റിൽ ഞങ്ങൾ ഇതുപോലെ അടിച്ചു മാറ്റുന്നത്. അയ്യേ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തോ കഷ്ടം നോക്കണേ. അല്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ജെസ്സി എന്തോന്നാണ് കാണിക്കുന്നത്? ചന്ത പിള്ളേരെ പോലെ കിടന്ന് അടി കൂടണ ഓഫീസിൽ കിടന്ന്. അപ്പൊ അവള് കാണിച്ചത് നല്ല കാര്യം. അവള് കാണിച്ചാൽ ഒരു തെറ്റുമില്ല. അപ്പൊ അവള് ശരിയാണെന്നാണ് ടോം പറഞ്ഞു വരുന്നേ. ജെസ്സി, അവള് ബോസ് പറഞ്ഞ പോലെ ചെയ്തല്ലേ ഉള്ളൂ. പറഞ്ഞ പോലെ ചെയ്തു. ബോസ് പറഞ്ഞാണ് അവൾക്ക് അത് അയച്ചു കൊടുത്തത്. അത് അവള് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചു. അത്ര തന്നെ. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചാൽ നിനക്ക് പ്രശ്നമാവുള്ളൂ. എല്ലാവരും ഈ ഓഫീസിലുള്ള എല്ലാവരും അവളെ കൂടെ നിൽക്കുള്ളൂ. പ്രത്യേകിച്ച് അമൽ ബോസിന് അവളുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അവൾ ചെയ്ത ഒരു തെറ്റുമില്ല. ആര് പറഞ്ഞു? ഇത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹെഡ് ഓഫീസ് നമ്മുടെ സൈഡിൽ നിൽക്കുള്ളൂ. അത്രേ ഉള്ളൂ. അവളെ എക്സ്പീരിയൻസ് എടി മരം വണ്ടി നിനക്ക് വല്ല അറിയാമോ? അവൾ ഹെഡ് ഓഫീസിന് ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ്. മാത്രമല്ല നിന്റെ കാര്യത്തിൽ നിന്നെ ടെർമിനേറ്റ് ചെയ്യാൻ ഒരു റീസണും കൂടെ മതി. ഒന്നും അറിയണ്ട സ്വന്തം കാര്യം. അതൊന്നും അടി കൂടെയാണ് ആദ്യമേ. ശരിയാ, ടോം പറഞ്ഞത് വളരെ ശരിയാ. അവള് വലിയ കൊമ്പത്തെ ആള്, ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ ഇറക്കി വിട്ട ഐറ്റം. അന്ന് വെച്ച് ഞാൻ എത്ര ടൈം അതിന്റെ പുറകെ സ്പെൻഡ് ചെയ്യുന്നറിയാമോ? വർക്കിന്റെ പുറകില് ഓൾമോസ്റ്റ് 2 മണിക്കൂർ കൂടെ മതിയായിരുന്നു എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് അവൾ എടുത്തോണ്ട് പോയി. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ വാങ്ങിക്കാൻ പോയതല്ലേ. അപ്പൊ ഞാൻ ആരായി? വണ്ടിയായില്ലേ? ജെസ്സി പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരാൾ മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ അതുപോലെയല്ലേ ചെയ്യാൻ പറ്റൂ. അമൽ ബോസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണ് ബോസ് അങ്ങനെ ചെയ്തത്. ഒരു കമൽ സാർ അങ്ങനെയാണെങ്കിൽ അവിടെ വാല് പിടിക്കാൻ. എന്നാലും അമൽ സാർ ചെയ്തതും വളരെ മോശമായിപ്പോയി. ചിലപ്പോ നീ അമൽ സാറിന്റെ കൂടെ കൊച്ചിക്ക് പോകാത്തന്നെ ദേഷ്യമായിരിക്കും സാറിന്. സൗകര്യമില്ല. നീ അയാളുടെ കൂടെ പോവാത്തൊരു പ്രശ്നം കൂടെ ഉള്ളു. ബാക്കി എന്തോ ഒരു സമയം വേസ്റ്റ് ആയത്. വേസ്റ്റ് ആയാലും ഇതെല്ലാം ഓഫീസിന് വേണ്ടിയിട്ടല്ലേ. എല്ലാവരും കൗണ്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ. ടോമെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി അങ്ങനെ അവളുടെ അടുത്ത് കൊഞ്ചാനോ കൊഴയാനാണോ പോകുന്നത് എന്റെ കണ്ണിൽ കണ്ട പിന്നെ എന്താണ് എന്റെ ജെസ്സിയുടെ വായി വരുന്നതെന്ന് ടോമിന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. കേട്ടല്ല? പോവോ ഇനി? അങ്ങനെ ഒരു പ്രശ്നക്കാരിയാണ് അവൾ. എങ്ങനെയെങ്കിലും നമുക്കിട്ട് പാര വെക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവളുടെ അടുത്ത് ഇനി മിണ്ടാനും പോകത്തില്ല. എന്തെങ്കിലും പ്രോമിസ് ചെയ്യാൻ പോവില്ല. എന്റെ പ്രോജക്റ്റും പോയി, എന്റെ സമയവും പോയി, എല്ലാം വേസ്റ്റ് ആയി. ഞാനും പോവാ. അല്ല, ഞാൻ ഈ പറഞ്ഞല്ലേ അങ്ങനെ വേസ്റ്റ് ആയില്ല. കമ്പനി രണ്ടുപേരും ഷെയർ ചെയ്തൊരു പ്രോജക്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു.